റിപ്പോർട്ട് ബ്രേക്കിംഗ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ പാലക്കാട് ജില്ലാ SC/ST പ്രത്യേക കോടതിയിൽ വിചാരണ നടപടികൾ വൈകുകയാണ്. 2025 ജൂലൈ 11 ശേഷം പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി. ആഭ്യന്തര വകുപ്പാണ് നിയമനം നടത്തേണ്ടത്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, പാലക്കാട് SC/ST വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല എന്നറിയുന്നു. അപ്പോൾ ഈ കേസൊക്കെ പിന്നെ അവരുടെ കേസ് ആര് വാദിക്കും? അരുൺകുമാർ, പാലക്കാട് മണ്ണാർക്കാടാണ് ഈ ജില്ലാ SC/ST കോടതി ഉള്ളത്. ഒരു 3 വർഷമാണ് അവിടെ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കാലാവധി ഉള്ളത്. ഇക്കഴിഞ്ഞ ജൂലൈ 11, അതായത് 2025 ജൂലൈ 11 അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കാലാവധി തീരുന്നത്. അതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഇത്തരത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമനം നടത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒഴിവ് വന്നാൽ വിചാരണ നടപടികൾ വൈകുമെന്നുള്ളത് ഒരു അറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ആ ജില്ലാ SC/ST കോടതിയിലേക്ക് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. വിചാരണ നടപടികൾ പല കേസുകളുടെയും വിചാരണകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു. സാക്ഷികൾക്ക് വിചാരണയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസും നൽകിയിരുന്നു. പക്ഷേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് ഈ സാക്ഷികളെല്ലാം കോടതിയിലെത്തി മടങ്ങി പോകേണ്ട സ്ഥിതി വരികയായിരുന്നു. പിന്നീട് ഇതോടുകൂടി തന്നെ പല പ്രധാനപ്പെട്ട കേസുകളുടെയും വിചാരണ തന്നെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ കോടതിയിൽ നിന്ന് നൽകേണ്ട ജാമ്യം അതുപോലെ തന്നെ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പാലക്കാട് നിന്ന് ചില അഭിഭാഷകർ ഓൺലൈൻ മുഖേന എത്തുന്നു എന്നതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും ഈ കോടതിയിൽ നടക്കുന്നില്ല. ഈ വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസൊക്കെ ഉണ്ടല്ലോ, ആ കേസിൽ ഇനി SC/ST രേഖകളെല്ലാം ലഭിച്ചാൽ പിന്നീട് ആ കേസ് ഉൾപ്പെടെ പരിഗണിക്കേണ്ടത് ഈ മണ്ണാർക്കാടുള്ള SC/ST കോടതിയിലാണ്. അപ്പോഴും പ്രശ്നം ആ കേസിൽ പോലും വാദിക്കാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്ത അവസ്ഥ വരും. വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.